മുകളിലുള്ള പാറകളെല്ലാം ഇളകിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇത്രയും വലിയ പാറക്കഷണങ്ങൾ നീക്കണം. അത് നീക്കിയാൽ മാത്രമേ ആ ഡ്രൈവർ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കൂ. പ്രേക്ഷകർക്ക് കാണാം, ആ ഡ്രൈവർ ക്യാബിൻ്റെ മുകളിൽ പൂർണ്ണമായിട്ടും പാറ കൊണ്ട് മൂടിയ അവസ്ഥയിലാണ്. അതിന് മുകളിലാണ് 2 NDRFിലെ ദൗത്യ സംഘാംഗങ്ങളും 2 അഗ്നിശമന സേനാംഗങ്ങളും നിൽക്കുന്നത്. അവരുടെ കാഴ്ച വിട്ടു നിൽക്കുന്ന പ്രദേശത്തിനടിയിലാണ് അജയ് റോയ് കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത്. അതിനുള്ള ആ പാറക്കഷണങ്ങൾ അവിടെ നിന്ന് മാറ്റുക എന്നതാണ്. അതിനൊരു മെഷീനും അങ്ങോട്ട് കൊണ്ടുവരാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം അവിടേക്ക് ഒരു മെഷീനും കടന്നു ചെല്ലാൻ കഴിയില്ല. ആ അഗ്നിശമന സേനാംഗം വിരൽ ചൂണ്ടിയ ഭാഗത്താണ് അജയ് റോയ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് അവിടെയുള്ള അഗ്നിശമന സേനാംഗങ്ങൾ. നിലവിൽ കൈകൊണ്ട് പരമാവധി കല്ലുകൾ എടുത്ത് മാറ്റിയതിന് ശേഷം ഈ എക്സ്കവേറ്ററിനടുത്തേക്ക് ചെല്ലുക എന്നതാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. 2 NDRFിലെ ദൗത്യ സംഘാംഗങ്ങൾ, 2 അഗ്നിശമന സേനാംഗങ്ങളുണ്ട്. അവർ പരമാവധി ആ കല്ല് മാറ്റാനുള്ള നീക്കം നടത്തുന്നു. അതിനുള്ളിൽ അജയ് റോയ് കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ആ കല്ലുകൾ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ സാഹചര്യത്തിൻ്റെ അപകടാവസ്ഥ മനസ്സിലായി. എനിക്ക് തോന്നുന്നു അജയ് റോയിയെ അവിടെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ അഗ്നിശമന സേനാംഗങ്ങളും NDRF ദൗത്യാംഗങ്ങളും നടത്തുന്നത്.